ഇവിടെ ആരും കാണാനില്ലല്ലോ. ഉമ്മാ, ആ ചിഞ്ചു വെച്ച് വന്നോ? എന്താ മങ്ങള് വേഗം വരണം പറഞ്ഞു വിളിച്ചത്? വേഗം വാ, റൂമിക്ക് വാ, ഞാൻ കാര്യം പറയൂ. വാ. എന്താ 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 കാര്യം? ചിഞ്ചു, ഇങ്ങോട്ട് വാ, ഞാൻ കാര്യം പറയാം. വാതിലടക്ക്. ഞാൻ വാതിലടക്കാം. എന്താണ് അത്രയും വലിയ സീക്രട്ട്? എന്താ അമ്മ? എടി, ഞാൻ എന്തിനാ വിളിപ്പിച്ചത് അറിയോ? ഞാൻ പെണ്ണിനെ എന്നോട് പറയാ. എന്താണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളി. ഇന്നലെ വിളിച്ചത് മുതൽ എനിക്ക് സമാധാനമില്ല. എന്താണ് കാര്യം? ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്നോട് ഭയങ്കര തലവേദനയും തലകറക്കം എന്തൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. സാജിദ ഡോക്ടറില്ലേ, അതിന്റെ അടുത്തേക്ക്. എന്നിട്ടോ ഞാൻ പോയപ്പോഴേ ഡോക്ടർ പറയുന്നത് 2 മാസം ഇരിക്കണെന്നാണ്. ഇതിനാണ് ഇപ്പൊ നിങ്ങൾ ഇത്രയും ബേജാറായി എന്നെ വിളിച്ചെത്തിയത്. ഇതിനിപ്പോ എത്താണ്? എന്താ ചിഞ്ചോ കാട്ട് അറിയില്ല. ആരോടെങ്കിലും പറയാനും വെച്ചപ്പത്. അതിനെന്തമ്മ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ള തന്നെയല്ലേ. എന്റെ മൈക്ക് എല്ലാരും എടുക്കൂലേ. എന്താ ഞാൻ കാട്ടുക? നിങ്ങളെത്തിനാ വേണ്ടാത്തൊക്കെ എങ്ങനെ ആലോചിച്ചത്? ഒരു കുഴപ്പമില്ല. എനിക്കത് കേട്ടിട്ട് സന്തോഷമാകുകയാണ്. എനിക്ക് താഴെ ആരും ഇല്ലല്ലോ. എത്ര കാലം കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാവുന്ന അറിയണത്. മനുഷ്യന്മാരറിഞ്ഞ എന്താ പറയാ? ഈ പ്രായത്തിലും ഒക്കെ അല്ലേ പറയാ. അതിപ്പൊ കെട്ടിച്ച് എന്റെ ഒരു കൊല്ലായിട്ട് എനിക്കില്ലാതെ എനിക്കുണ്ടാകുന്നൊക്കെ പറയുമ്പോ ആകെ ഒരുമാതിരി ആകുക. ഞങ്ങൾ പണ്ടത്തെ കാലത്ത് അപ്പോഴും ജീവിച്ചത്, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, ഞാൻ ഉമ്മമാനോട് പറഞ്ഞ? ഇല്ലേ, ഞാൻ ഉമ്മമാനോടൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മമാനോടൊക്കെ പറഞ്ഞ എത്തേക്കാരവസ്ഥ ചീത്തും കേൾക്കാൻ ബാക്കി ഉണ്ടാകൂല. നിങ്ങളെത്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത് ഓരോ കാര്യം പറഞ്ഞത്? എനിക്കത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് ഇത്ത കാട്ടിണ്ടില്ല. അമ്മമാനോട് പറഞ്ഞിട്ട് വരെന്നാ. എടി മാണ്ടടി, പറയണ്ട. നിങ്ങളിവിടെ പേടിച്ച് ഇങ്ങനെ കുത്തിയിരുന്നോളി. ഞാൻ ഒക്കെ റെഡി ആയി തരാം, ഞാൻ പറഞ്ഞോളാം. അല്ലാത്തൊരിത് മാണ്ട. പെണ്ണത് പറയാൻ പോയിക്കണത്തേക്ക് ആകെ. ഉമ്മമ്മ, നല്ല ചായ കുടിയിലാണല്ലോ. ആരാ പെണ്ണുങ്ങളെ അത് വന്നിട്ടുണ്ട്? അമ്മമാരെ കുട്ടി എപ്പോഴേ വന്നു? ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളേ. എന്താപ്പോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടാ? അതന്നെയാണ്, വിശേഷൊക്കെ ഉണ്ട്. തന്നെ. അൽഹംദുലില്ലാഹ്. ഞാൻ കൊറേ നേർച്ച നടന്നിട്ടുള്ള കുട്ടിയെ. ഒരു കൊല്ലായില്ലപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. ഈ കുഞ്ഞിക്കാല് കാണാൻ വേണ്ടീട്ടേ അമ്മ എത്ര നേർച്ച നടന്നിട്ടെന്ന് അറിയോ? അതൊക്കെ വീട്ടണഞ്ഞി. എന്നാലേ നിങ്ങൾ നേർച്ച അറിഞ്ഞില്ലേ, ചെറിയൊരിത് പറ്റിക്കണ്. എനിക്കല്ലേ വിശേഷം, ഉമ്മാക്കാണ്. എന്തൊക്കെയാ പറഞ്ഞത്? അന്റെ ഉമ്മാക്കോ? അത് നല്ല കഥയായി. 10-50 വയസ്സായിട്ടാ പോക്ക്? എന്തിനാ അമ്മമ്മ അങ്ങനെയൊക്കെ പറയണത്? ഉറപ്പുണ്ടാ പെണ്ണിന്? വെറുതെ അല്ല രാവിലെ തന്നെ ഡോക്ടറെ അടുത്തേക്കൊന്നും പറഞ്ഞ് കെട്ടിയെടുത്ത് പോയത്. ഒരു തലവേദനയും തലകറക്കും എന്തൊക്കെയിനി. ഇതിനാണ് ഓള് ഒരുപെട്ടെങ്ങാണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരറിഞ്ഞ എന്താ പറയാ? ഒരു നാണം മാനല്ലാത്തൊരു സാധനം ഇത്. ഒരു സന്തോഷമുള്ള കാര്യല്ലേ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയണോ? എനിക്ക് പറ്റൂല എന്റെ തള്ളനെ പറയണത്. ഓളെ ഒരു പണി എടുക്കാതെ രാവിലെ തന്നെ അവിടെ ഇറങ്ങി പോയപ്പോഴേ വെച്ച് തോന്നി എത്തോണ്ട് സിമ്മായിരിക്കത്തൊരിതാണെന്ന് ഞാൻ കരുതിയില്ല. അതേതായാലും നടക്കൂലല്ലോ. മനുഷ്യന്മാരെ കൊണ്ട് പറയിച്ചാന്, അത് ഈ പ്രായത്തിലേ. മകളെ കെട്ടിച്ചെങ്ങാണ്ട് ഓക്കൊരു കുട്ടിയാകാൻ പ്രായിക്കാണ്. അപ്പോഴാണ് ഓള്. നല്ല കാര്യമാണ് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത്. നിങ്ങൾ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ചീത്ത അറിയാൻ പോവുകയാണ്. ഞാനല്ല നിങ്ങളടുത്തൊക്കെ വന്ന് പറയോ? വല്ലാത്തൊരു ഇറങ്ങാറന്നേത്. എത്താണ് ആ റസ്യം മനസ്സിലാക്കിയത്? ഓള് വാതിലൊടിച്ചതിനുള്ള കുത്തിയിരുന്നോളൂ, വേറൊത്തും അറിയണ്ടല്ലോ. മനുഷ്യന്മാരെ മൂത്തക്ക് എങ്ങനെ നോക്കും റബ്ബേ? ഈ പ്രായത്തിലേ എത്താണോളെ കഥ? അതിന് പറ്റിയൊരു മകളും
തള്ളി നന്ന് മകളും നന്ന്. ഇതൊന്നും ഏതായാലും ഇവിടെ നടക്കുന്ന ആരും കരുത്തണ്ട. ഉമ്മ ഒരു ചെഞ്ചോനോട് പറയണ്ടേ, പോയി പറയണ്ട അമ്മമാനോട്. ഇതോർത്തെത്തും ആകെ മനക്കറിഞ്ഞ് എനിക്ക് അതിന്റെ ചീത്തയും കേൾക്കും. നിങ്ങൾ ഉമ്മ പറയണൊന്ന് കേട്ട് മൈൻഡൊക്കെ നിൽക്കണ്ട. ഞാൻ ഏതായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകണുള്ളൂ. എനിക്ക് സന്തോഷം എന്നത്തെ കാട്ടേണ്ടി അറിയില്ല. ഇതിനൊന്നും ഒത്തും കുഴപ്പമൊന്നുമില്ല. ഇമ്മമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ആരെ ഫോൺ അടിച്ചിട്ടുണ്ട്? എന്റെ ഫോൺ ആരെയും എടുത്തു നോക്കുന്ന. ഇരിക്കാണ്. ഞാനേ ഫോൺ നോക്കട്ടെ. നിങ്ങളത് വിചാരിച്ച് വിഷമപ്പെടും കാട്ടൊന്നും വേണ്ട. ഇതൊക്കെ ഉള്ള തന്നെയല്ലേ. ഞാൻ ഫോണും നോക്കട്ടെ കേട്ടോ. എന്താണ് പറഞ്ഞിട്ടുണ്ട്? ദൂർത്തെത്തുന്നു. അത് പറ്റ തൊള്ളിയില്ല മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. റംലല്ലേ വരുന്നത്? റംല? മൈമൂന, ഇജ്ജ് എവിടുക്കാണീ പോണ്? ഞാനേ ബാങ്ക്ക്ക്. ഈ തട്ടുച്ചൊക്കെ ഇറങ്ങിക്കുന്നത്. പിന്നെ ഇതൊരു കാര്യം അറിഞ്ഞാ, നമ്മൾ ആയിസാത്തല്ലേ? ആയിസാത്തന്റെ മരുമോളുണ്ടല്ലേ റസിയ, ഓക്ക് 2 മാസം പള്ളി ഉണ്ടോലോ. തന്നെ. ഞാൻ ഇപ്പൊ നേരത്തെ അവിടെ പിന്നെ കർമ്മത്തി വിട്ടോ വേണ്ടി ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്നോട് ആയിസാത്ത പറയപ്പത്. അത് കേട്ടപ്പ ഞാൻ ഇങ്ങോട്ട് അന്തം വിട്ടടീ. അവളെ വയസ്സൊന്നും ആലോചിച്ച് നോക്കിയ 10-50 വയസ്സേക്ക. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോന്നാ. മകക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലേ ഇനിയിപ്പത്. ശരി, എനിക്ക് ഏതായാലും കുറച്ച് കണ്ട് പോയാ മതിയാകൂലേ. ഇപ്പൊ ഇജ്ജ് ബാങ്കൊക്കെ ചെന്നിക്കണെങ്കിലേ അവിടെ ഓഫീസർമാരൊന്നും ഉണ്ടാകൂല. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഒരു വിശേഷമൊക്കെ ഒന്ന് അറിഞ്ഞു പോരാ. എന്നാ നമുക്ക് പോയോക്കെന്നാ. എന്നാ നടക്കേ. വല്ലാത്തൊരു കഥ തന്നെയല്ലേ. എന്റെ കുഞ്ഞോളെ അറിഞ്ഞടി ഇവിടുത്തെ കാര്യം. ഉമ്മാന്റെ കുട്ടിക്ക് കേക്കണോ? ഈ റസിയാന്റെ പണി കേക്കണം. രാവിലെ തന്നെ ഹോസ്പിറ്റലിലും പോയി ഇങ്ങാണ്ട് വന്നിക്കണേ. അപ്പൊ വെച്ചപ്പത്തെ തിരിയറിഞ്ഞി ഇതെത്താണെന്നുള്ളത്. ഞാൻ എന്നിട്ട് ഇതൊന്നും അറിയില്ല. എന്നിട്ട് മകളും വന്നിക്കണേ. ചിഞ്ചു വന്നങ്ങാണ്ട് ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം. നമുക്ക് പള്ളി ഉണ്ടോലോ 2 മാസം കഴിഞ്ഞിക്കുന്നു. എത്താപ്പതിന് പറയാ ഞാന്. മനസ്സന്മാരറിഞ്ഞ എത്താ പറയാതെ ഈ പ്രായത്തിൽ 10-50 വയസ്സായിട്ട് മകളെ കെട്ടിച്ച് മകൾക്ക് പേരക്കുട്ടികളെ നോക്കി നടക്കണ സമയത്ത് ഓളിപ്പൊ ഞാൻ അടുത്തത് പറയാൻ നിക്ക. എത്താപ്പ ഞാൻ അതിന് പറയാ. വല്ലാത്തൊരു ഇതെല്ലാം കൂടി കേട്ടിട്ട് ഇവിടെ ഇറങ്ങിപ്പോകാൻ തോന്നാ. വല്ലാത്തൊരു കഥ തന്നെയല്ലേ ഇപ്പത്. ശരി, ഞാൻ പിന്നെ വിളിച്ചട്ടോ. അയലോട്ടക്കാര് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞീനി മൈമൂനോടെ. അപ്പൊ ഓളും റംലിയും വരുന്നുണ്ട്. എത്താ നോക്കട്ടെ. ഞാൻ പിന്നെ വിളിച്ചിട്ട് കേട്ടോ. ആയിക്കോട്ടെ. ആരൊക്കെയാ അങ്ങോട്ട് വരി കയറി. എത്തൊക്കെ ഉണ്ട്? ഞങ്ങളെ ഈ വഴിക്ക് ഇങ്ങനെ പോന്നപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. ഓക്ക് ബാങ്കുക്കും പോകണമല്ലോ. അത് പിന്നെ ഒന്ന് കയറിയിട്ട് പോകാ വിചാരിച്ചു. റസ്യാന്റെ വിവരൊക്കെ അറിഞ്ഞല്ലേ. ഞാൻ ഓളോടും കൂടി പറഞ്ഞു റംലാനോടെ. എനിക്ക് ഏതായാലും ബാങ്കില് പോകാണ്ടേന്. അപ്പൊ ഇവള് ഇങ്ങനെ വിളിച്ചപ്പോ റസ്യാന്റെ വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ പോകുന്നതാ. ബാങ്കിൽ പോകാൻ നിൽക്കേ ഉള്ളക്ക് പോരി. ഉള്ളു കയറേ. കയറേ. വേരി ഇരിക്കും രണ്ടാളും. ഇരിക്കാത്ത. അച്ചാത്ത ഇരിക്കേ. എത്താ പിന്നെ വിശേഷൊക്കെ? നല്ല വർത്താനേ. ഞാൻ ബാങ്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതേനല്ലേടി. ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ അറിഞ്ഞീനല്ലോ. പിന്നെ റസ്യാനൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാറിന് ഞാന് റംലാനോടും കൂടി പറയേ. അങ്ങനെ പോന്നതേനു. അപ്പൊ ഓള് എന്നോട് പറയും ഇവിടെ ഒന്ന് പോയി. അപ്പൊ ബാങ്കിലാണെങ്കിൽ ആ ടൈമൊക്കെ ഓഫീസർമാർ എത്തൂല്ല. അപ്പൊ പിന്നെ എങ്ങനെ പോന്നേ.
അല്ലാത്താ ഇതൊക്കെ മനുഷ്യന്മാരറിഞ്ഞാലേ എത്താ പറയാ അത് ഈ പ്രായത്തില് എന്ന് പറയുമ്പോ ഉം, വല്ലാത്തൊരു കഥ തന്നെയല്ലേ. ആ, ആരോടെങ്കിലും പറയാൻ പറ്റിയപ്പത് അത് ഇത്ര മകളെ തന്നെ കെട്ടിച്ച് ഇത്ര ആയിട്ടില്ലേ? അതൊന്നും ആലോചിച്ചൂടൊന്നുമില്ലെങ്കിലും അതും കാട്ടൂല. അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ഇപ്പൊ ഈ പ്രായത്തില് അറിഞ്ഞാല് പേരക്കുട്ടികളെ നോക്കി നടക്കല്ലേ. ആ, എത്താ പെങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങക്ക് ഒത്തും കാട്ടാൻ പറ്റൂലല്ലോ. അല്ല തങ്ങൾക്കും ഒരു മാനക്കേടാണല്ലേ ഇപ്പത്. എത്താലേ ഒരു എടി റഫിയ, രണ്ട് ഗ്ലാസ് ചായ ഇങ്ങോട്ട് കൊണ്ടുവരേ. മൈമൂനി റംലൊക്കെ വന്നിക്കണേ. അമ്മ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. അല്ല അയച്ചാത്ത നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാനില്ലേ? നിങ്ങൾ ഇതിനൊന്നും ഇതാക്കി കൊടുക്കാൻ നിൽക്കേണ്ട താത്ത. ഇതൊക്കെ അവസാനം നേരാണ്. ഈ പ്രായത്തിൽ എത്താണ് മകളൊക്കെ തന്നെ വേറെ കുട്ടിയാകാനുള്ള പ്രായമായില്ലേ. എത്താ അവളെ കെട്ടിച്ച വീട്ടിത്തോലെടുത്ത് ചെന്നിങ്ങാണ്ട് പറയാ ഔടി മാനക്കേട് ഉണ്ടാക്കാനായിട്ട്. എത്താണ് ഇതിനൊക്കെ പറയേണ്ടതില്ലേ. ഇതെല്ലാം കൂടി കേട്ടിട്ട് തല ഇങ്ങനെ പെരുക്കുക. ഒക്കെ പോട്ടെ, നിങ്ങളെ എന്താ ചിഞ്ചുവിനെ കെട്ടിച്ചവിടെയാണെങ്കിലും ഇപ്പൊ കുഞ്ഞോളെ കെട്ടിച്ചവിടെയാണെങ്കിൽ എത്തിനാ നല്ലത് ഇതൊക്കെ കേട്ടാ. ശിഷേ ശരിയാണ്. ഉം. ആ, ഓല് കരഞ്ഞത്തേക്കാരപ്പ അതെങ്കിലും ഒന്ന് ചിന്തിച്ചൂടൊക്കെ. നമുക്ക് കേക്കുമ്പോ തന്നെ ജായി ആക്കുക. എന്താ ഇപ്പൊ കാട്ടതിനൊക്കെ? റഷ്യ, ഞാൻ അതിന്റെ ഇടയിൽ അവിടെ വേറെ പണിയില്ല. ചായ കുടിക്കി. കുടിക്കി. അതെടുത്ത് തന്നോടി. കുടിച്ച. കുടിച്ചോ? ചായ കുടിച്ചൂടെ? അല്ല ആയിഷാത്ത പറയുന്ന എന്റെ കാര്യങ്ങളൊക്കെ എത്ര ആയിപ്പോ? അത് ഇന്നലെ എന്റെ തലവേദന ഇതൊക്കെ അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിഞ്ഞത് 2 മാസം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. 2 മാസം കഴിക്കണില്ലേ? ആദ്യം അറിഞ്ഞിക്കണെങ്കി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടൊക്കെ ഇപ്പൊ എന്ത് അറിഞ്ഞങ്ങാണ്ട് ഇപ്പൊ എത്തല്ലേ കാട്ട. അതൊരു മാനക്കേടാവില്ലേ റസ്യ. താൻ ഈ പ്രായത്തിലൊക്കെ അല്ലേ. ഇതന്നെ അപ്പൊ ഞാനും ഇവിടെ പറഞ്ഞോണ്ടിരിക്കണേ. എത്ര ഒരു നാണവും മാനമില്ല ഞാൻ കാട്ടുന്നത് ഈ പ്രായത്തില്. എല്ലാ വിചാരമുണ്ട് മോളെ കെട്ടിച്ച് മകക്കൊരു കുട്ടിയാകേണ്ട ടൈമിൽ ഓക്കാണിപ്പോ. എന്താ അപ്പൊ ഇതിനൊക്കെ പറയാ. പിന്നല്ലടി മൈമൂന, എനിക്കൊരു കാര്യം കേൾക്കണം താത്ത. അതെ, പിന്നെ അമ്മ തെക്കയിലുള്ള ആ നബീസില്ലേ? ഏത് നബീസിന്റെ? അന്ന് ഇജ്ജ് പറഞ്ഞില്ലേ ആ നബീസിന്റെ പിന്നെ ആരിപ്പോ നാത്തൂന്ന് മൂത്തിച്ചെന്താണ് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അന്തം വിട്ടതേ. ഇതേമാതിരി തന്നെ 10-50 വയസ്സായിങ്ങാണ്ട് പള്ളിയിലൊക്കെ ഉണ്ടായിങ്ങാണ്ട് എത്രങ്ങാനും കാലം കഴിഞ്ഞിട്ട് അത്രയും കാലിട്ട് വേറൊന്നും ഇല്ലാതെ നടക്കല്ലേ. അങ്ങനെ 10-50 വയസ്സിലൊരു കുട്ടി ഉണ്ടായി. അതിന്റെ കാര്യം പറയാതെ നിൽക്കുക നല്ലത്. തന്നെ അതിന്റെ റസ്യ എന്നോട് പറയണെങ്കില് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. എന്തോ ഇടങ്ങേറ്. തിനാപ്പം മാണ്ടാത്ത പണിക്ക് പോയത് കണ്ടിട്ട് എല്ലാവരും പറയുന്നത് ആ പ്രായത്തില് അവനവിടെ പ്രായം കാര്യമൊക്കെ ഒന്നുമില്ലെങ്കിൽ അവനൊന്ന് ചിന്തിച്ചണ്ടേ. എത്താപ്പ പറയതിനൊക്കെ. അത് ഓള് പറഞ്ഞിട്ട് കാര്യണ്ട് റസ്യ. അന്റെ പ്രായം നോക്കിയാ 10-50 വയസ്സായില്ലേ. ഈ 10-50 വയസ്സാക്കുക പറഞ്ഞാലേ പള്ളി ഉണ്ടായാ പിന്നെ ഇടങ്ങേറാണ്. അത് പുറത്തേക്ക് ഒന്ന് വന്നിട്ടണെങ്കില് അവസാനം കത്തിയോണ്ട് കീറി മുറിച്ചും ഇതൊക്കെ ആക്കിങ്ങാണ്ട് തന്നെ എടുക്കുക. ഏതായാലും നല്ല കഥ നയിക്കണം എന്തായാലും ഇപ്പൊ എനിക്ക്. ഓളങ്ങനൊക്കെ ആക്കിനില്ലേ? മാണ്ടി ഒരു 10-50 വയസ്സായില്ലേ? ഊരി മുറിച്ചൊക്കെ തന്നെ എടുക്കേണ്ടി വരും. അന്നത്തെ മാർക്ക് എളുപ്പേക്കാരപ്പത് എന്നാ. ഇത് കേട്ടില്ലൊക്കെ. ഈ വയസ്സാം കാലത്താ പോക്ക് ഏതായാലും പൂതിയിട്ടേക്കുന്നത്. ഞങ്ങളൊക്കെ മക്കളൊക്കെ കെട്ടിച്ചും കണ്ട് ഓലെ പേരക്കുട്ടികളെ നോക്കി നടക്കുക. ഓളാണെങ്കിലോ പേരക്കുട്ടികളെ നോക്കാൻ കഴിഞ്ഞിലാണ് ഇപ്പൊ എനിക്ക് ചെറുതൊന്നിൽ തന്നെ ഇപ്പൊ നോക്കാൻ വേണ്ടി വരുന്നതില്ലേ. നല്ല കഥ ഇരിക്കണ ഏതായാലും. നാട്ടുകാർക്കൊക്കെ പറഞ്ഞു ചിരിച്ചപ്പോ എന്റെ കഥ. എന്തെങ്കിലും ആയിക്കോട്ടെ, അത്തായി പറയപ്പ ഞാൻ. ഏതായാലും എല്ലാവർക്കും പറഞ്ഞു ചിരിച്ചപ്പോ കാര്യൊക്കെ.
ആ ആരപ്പ ചിഞ്ചുവോ ഇജെപ്പഴാ വന്നത്? ഇവള് ഇവിടെ ഉണ്ടേനിയാത്ത. ഞാൻ കൊറച്ചേരം കഴിക്കണ് വന്നിട്ട്. ഇവള് ഇവിടെ ഉണ്ടേനില്ലേ? അത് ശരി. ഇവള് ഇവിടെ ഉള്ള അറിയില്ലട്ടോ എന്നാല്. ശരിക്കും പറഞ്ഞ ഓക്കെ ഇനിയിപ്പൊ വിശേഷം വരേണ്ടത്. അതിപ്പോ ഇങ്ങോട്ടാണ് തിരിച്ചു കിട്ടിയേക്കുന്നത്. അല്ല നിങ്ങളൊക്കെ എന്താപ്പോ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നിങ്ങൾ കാണാനാണോ വന്നത് അല്ലെങ്കിൽ കുറ്റം പറയാനാണോ വന്നത്? അല്ല ഇഞ്ചോ ഞങ്ങൾ എട്ട് കണി ഉണ്ടാക്കാൻ വന്നെന്ന് വെച്ച് പറയണ്ട് ഇല്ലേ റംലേ? നമ്മൾ ഒരു ഉള്ള കാര്യം പറഞ്ഞപ്പോ അത് പോക്ക് വലിയ കേടായിക്കണ്. അല്ലെങ്കിൽ എത്തപ്പോ പറഞ്ഞിട്ട് കാര്യം? ഇവളല്ലേ വളർത്തിക്കുന്നത്, ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. ഇജ്ജ് പറഞ്ഞ മയക്കന്നെ തള്ളല്ലേ വളർത്തി ഇക്കൊലത്തിൽ വസലാക്കി വെച്ചിരിക്കുന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നല്ല നിനക്ക് വന്നുങ്ങാണ്ട് ഇതാക്കും കാട്ടും ചെയ്യുന്നതിന് പകരം നിങ്ങളൊക്കെ കൂടി ഇവിടുത്തെ കുറ്റങ്ങൾ ഉണ്ടാക്കാനും കാട്ടാനും വന്നതേ കാര്യല്ലേ? ഞാൻ ആരാപ്പടി എന്റെ അമ്മാനെ കുറ്റം പറഞ്ഞത് ഇപ്പൊ ഇവിടെ? ചായയൊക്കെ നല്ലോണം കുടിച്ചോളി, നല്ലോണം കുടിച്ചോളി. കുറച്ച് വീട്ടുകൾക്ക് ഇനി പോകേണ്ടതല്ലേ ഇവിടുത്തെ കുറ്റം പറയാന്. ചിഞ്ചു ഒച്ച മിണ്ടാന്നാ ചെത്തേക്ക് പറയുന്നത് എനിക്ക് വല്ല ബോധം ഉണ്ടത്? എന്റെ അമ്മങ്ങളല്ലാതെ അവർക്ക് ചായ എന്തും കൊടുക്കാൻ നിക്കോ? നിങ്ങളെ പറ്റി കുറ്റം പറയാനാണ് ഇങ്ങോട്ട് വരുന്നേ തന്നെ. അല്ല റംലാത്ത, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളെ മോക്കേ 10-12 കൊല്ലായിട്ട് കുട്ടികളില്ലാതെ ഞാൻ നടക്കല്ലേനോ? ഇപ്പോഴും ആയിട്ടില്ലല്ലോ? നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിക്കൂടെ? ഈ കുട്ടികളൊക്കെ പറഞ്ഞത് പഠിച്ചവൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അല്ലാതെ ഇത്ര വയസ്സായിട്ടുണ്ടാകുക അങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും നോക്കി നടക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അത്രയും സന്തോഷത്തിലാണ്. ഈ ഇമ്മമാനെ കുറിച്ച് തിരിപ്പിച്ചേണ്ടി നിങ്ങൾക്ക് അതിനാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇങ്ങനത്തെ സമയത്തൊക്കെ എന്താ ഉമ്മാക്ക് കുറച്ച് പ്രായം കൂടി ആയിക്കണം. അപ്പൊ അതിന്റെ ഇതില് കുറച്ച് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. മനസ്സിന് നല്ലൊരു ധൈര്യമാണ് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾ എല്ലാവരും വന്ന് ഇങ്ങനെ കുറ്റം പറയും കാട്ടും താക്കും ചെയ്തിരിക്കുന്നത് എന്താ ഉണ്ടാവുക? കുട്ടിയെ ഞങ്ങൾ അതല്ല പറഞ്ഞത്. ഞാൻ എന്റെ അറിവിലുള്ള അതിന്റെ ഇത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇപ്പൊ നല്ല റെസ്റ്റും അതേമാതിരിക്ക് മനസ്സിന് നല്ല ഇതുമാണ് വേണ്ടത്. ഈ ഈറ്റങ്ങളെ വർത്താനം കേട്ടുകൊണ്ട് വെറുതെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങളോட കാര്യം പറയാം. നല്ല ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾ വരികക്കാട്ട് എന്തായിക്കോളും മടിയില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞതല്ല കുട്ടിയെ. ഈ ഇമ്മമാനെ തിരിപ്പിച്ചാനും കാട്ടാനും ഞങ്ങൾ വരുന്നെന്നുണ്ടെങ്കിലേ വേഗം പറഞ്ഞ സ്ഥലം കാലിക്കോളി. നിങ്ങൾക്ക് ഇനി വീടുകളിൽ കയറി പറയേണ്ടി വരുമല്ലോ. അതിനുള്ള വേഗം പണി നോക്കിക്കോളി, ഇറങ്ങിക്കോളി. ഇപ്പൊ പോയാലേ നിങ്ങൾക്ക് രാത്രി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്നാലും എല്ലാവർക്കും പറഞ്ഞിങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അതിനുള്ള പണി ഞാനേ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സമയത്ത് ഉമ്മാനെ നല്ല ഇതില് മനസ്സിന് നല്ല ഇതും കാര്യമൊക്കെ കൊടുക്കേണ്ടത്. കുറച്ച് പ്രായം ഇതൊക്കെ ആയിന്ന് വെച്ചിട്ട് കുട്ടികൾ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ലല്ലോ. പഠിച്ചവൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇതൊക്കെ. നിങ്ങളായിട്ട് ഇനി അതിനൊരു തടസ്സം നിൽക്കാഞ്ഞാ മതി. നല്ലത് കൊടുക്കണതിന് പകരം വന്നിങ്ങാണ്ട് കുറ്റം കാര്യം പറഞ്ഞാണ്ട് മനസ്സാണ്ട് ഇടങ്ങാറാക്കുക. ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. നല്ല അയൽവക്കക്കാരാണ് കേട്ടോ. ചിഞ്ചു ഇങ്ങോട്ട് പോര്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങോട്ട് പോര് അവിടുന്ന്. മങ്ങളിത് കേട്ട് നിൽക്കാനാണ് നിങ്ങൾ റൂമിൽ കടന്നാണേ. എന്തിനാ ചിഞ്ചു അങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളെ കണിയും കേട്ട് നിൽക്കുക എന്നിട്ട് അവിടെ പോരി അവിടുന്ന്. ആയിത്താത്ത ഞങ്ങൾ ഏതായാലും പോകുക. ഇക്കൊല്ലത്തിലൊക്കെ മക്കളെയൊക്കെ വളർത്തി വെച്ച നല്ല കേടന്നെ. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചപ്പോ പറഞ്ഞത്. എല്ലാത്തൊരു സാധന കണ്ടില്ല തള്ളി മകം കൂടി വന്നേക്കണു. എല്ലാത്തൊരു സാധനങ്ങൾ തന്നെ. എത്താണ് എങ്ങനെയാണ് താത്ത നിങ്ങൾ ഇവിടെ നിൽക്കുന്ന തീറ്റങ്ങൾ ഇടയില് രണ്ടും നന്ന് റംലെ പോരി. ഞാനല്ലാതെ എന്നെയൊക്കെ പിടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുവോ? പോരടി, ചായ ഒന്നും മാണ്ടാത്ത. ഞങ്ങൾ പോകുക ഐസാത്ത. ചായ ഒന്നും മാണ്ട, പള്ള അറിഞ്ഞ് തൃപ്തി അയക്കണം ഇപ്പൊ. എടിച്ച് വിളിച്ചിട്ട് പോന്നത് ഞാൻ ബാങ്കൊക്കെ പോകാൻ ഇറങ്ങിയതല്ലേ ഇനിയിപ്പത്. നമ്മളൊന്ന് കാണാൻ വിചാരിച്ച് പോകുന്നതല്ല ഐസാത്ത ഞങ്ങള്. എന്നിട്ട് നടക്കടി അങ്ങോട്ട്, നമുക്ക് പോവുക. ഏതായാലും ബാങ്കൊക്കും പോകണം. പോവുക എന്നാ നമുക്ക്. എല്ലാത്തൊരു തന്നെ രണ്ടില്ലേനടിഞ്ഞി. ഞങ്ങൾ പോയി എന്നാ. നിങ്ങൾ പോയി അരിയുന്നാല് വല്ലാത്തൊരു കഥ തന്നെ. ഇവിടുത്തെ കഥയൊക്കെ കണ്ടില്ലേ? പോകുക. ഇതായിട്ട് കരുത്തിയതാവോ? വല്ലാത്തൊരു മാനക്കേടായിപ്പത്. ഇനി എന്തായാലും ഈ ബൈക്ക് വരലുണ്ടാവില്ല. കൊലത്തിലാരെങ്കിലും മാനം കെടുത്തി വീട്ടോട് വീട്ടിക്ക് ചെന്നാല് വല്ലാത്തൊരു തള്ളി മകളും തന്നെ. ആ പെണ്ണയും കൂടി അതേമാതിരി ആക്കി പോകും.
ഇതാപ്പൊ കാട്ട് ഒക്കെ ഞാൻ അനുഭവിച്ചല്ലോ റബ്ബേ.